2 ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അത് 2 സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പഴമയുടെ ഒരു പുതുക്കലാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ചുട്ട് ചതച്ചൊക്കെ അരച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഒരു തേങ്ങ ചുട്ട് ചതച്ചും ഉണ്ടാക്കാം, പിന്നെ നമുക്ക് നെല്ലിക്ക വെച്ചും ഉണ്ടാക്കാം. നമ്മൾ ആദ്യം നെല്ലിക്കയുടെ ചമ്മന്തി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ഗ്യാസിൽ ചുടുന്നത് ഞാൻ കാണിക്കാം. ഇനി ഞാൻ 6 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് 8-10 കാന്താരി മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. കാന്താരി ആണെങ്കിൽ നല്ലതാണ് നെല്ലിക്കയ്ക്കൊക്കെ. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയേ ഉള്ളൂ, അത് മതി. ഒരു 4-5 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളി ഇടുകയാണെങ്കിൽ ചമ്മന്തിക്കൊക്കെ നല്ലതാണ്. പിന്നെ 1 മുറി തേങ്ങ, പിന്നെ കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില ഇടാം, ആവശ്യത്തിന് ഉപ്പും. ഈ നെല്ലിക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് അല്ലി അടർത്തിയെടുത്ത് നമുക്ക് മിക്സിക്കകത്ത് അധികം വെള്ളം ഒഴിക്കല്ല, ഒത്തിരി നീണ്ടു പോകാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നെല്ലിക്കയൊക്കെ ഞാൻ ഇതുപോലെ കുരു കളഞ്ഞ് അടർത്തി എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. നെല്ലിക്ക ആദ്യം ഒന്ന് കറക്കിയിട്ട് എടുക്കുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തേങ്ങയും കൂടെ കൂട്ടി അരയും. ഒരുപാട് അരഞ്ഞു പോകണ്ട. ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ഒരുവിധം ഒരു മീഡിയം സൈസിൽ അരഞ്ഞാൽ മതി. ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ട് തേങ്ങ ഇടാം. ഈ നെല്ലിക്കായും ഉള്ളിയും കാന്താരിയൊക്കെ ഇതുപോലെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയും കൂടെയും ഈ കരിവേപ്പിലയും ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിനകത്ത് 2-3 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നെല്ലിക്ക നല്ല അരഞ്ഞ് നല്ല കണക്കായിട്ടുണ്ട്. ഇതുണ്ട്, ഈ പാകത്തിന് നമ്മൾ ഒരുപാട് വെള്ളമില്ലാതെ ഇങ്ങനെ അരച്ചെടുക്കണം. നമുക്കൊരു പാത്രത്തിലോട്ട് ബൗളിലോട്ട് മാറ്റാം. ഇത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ 2-3 ദിവസം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. നെല്ലിക്കയൊക്കെ നമ്മൾ വേവിക്കാതെ എത്ര കഴിക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല സാധനമാണ് നെല്ലിക്ക. നമുക്ക് ഇത് കഴിഞ്ഞ് ഇനി തേങ്ങ ചുട്ടെടുത്ത ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. നെല്ലിക്ക നമ്മൾ ഉണ്ടാക്കി എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഈ തേങ്ങ ചുട്ട് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. തേങ്ങയൊക്കെ നമ്മൾ ഗ്യാസിലൊന്ന് 2 സൈഡും പെട്ടെന്ന് മറിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതെ നമ്മൾ പെട്ടെന്ന് 1-2 സൈഡും വാങ്ങിയെടുക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ ക്ലിപ്പ് പിടിച്ചിട്ടാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് വാങ്ങി കിട്ടുന്നത് പോലെ മതി, ഒത്തിരി കരിച്ചു കളയില്ല. ഈ ചുട്ട തേങ്ങയും കൊണ്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മുടെ പഴയകാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയായിരുന്നു ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കി തേങ്ങയെല്ലാം ചുട്ടെടുക്കണം. പിന്നെ നമ്മൾ ഈ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളക്. അതും നമ്മൾ ഇങ്ങനെ എണ്ണയിലല്ല, വേഗം ഇങ്ങനെ ഗ്യാസിൻ്റെ മേളിൽ വെച്ച് നമ്മൾ ചുട്ടെടുക്കണം. അത് പെട്ടെന്ന് തന്നെ വറ്റൽമുളക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തീയുടെ മേളിൽ പിടിച്ച് വേഗം ഇങ്ങനെ ചുട്ടെടുക്കണം. ഇതുപോലെ മതി. ബാക്കി തേങ്ങയും ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. തേങ്ങയെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഈ തേങ്ങയൊക്കെ അടുപ്പിൽ തീക്കകത്ത് ഇങ്ങനെ എൻ്റെ മമ്മിയൊക്കെ ചുട്ടെടുക്കുമായിരുന്നു. ഇത് ഇനിയിപ്പോൾ ഈ വറ്റൽമുളക് ഇതുപോലെ ഉണ്ട്, നമ്മളൊന്ന് ചുട്ടെടുത്താണ്. ഇത് വറ്റൽമുളക് ചുടുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീയുടെ മേളിൽ പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ അതിനൊരു ചെറിയതായിട്ട് വാളംപുളി എടുത്തിട്ടുണ്ട്. നമ്മൾ കുടംപുളിയല്ല, വാളംപുളിയാണ്. ഒരു 2-3 പീസ് എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളിയുണ്ട്. കറിവേപ്പിലയിട്ട് ഈ ഉപ്പും ചേർത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സിക്കകത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റും തരണം. എന്നാലേ നമുക്ക് മുമ്പോട്ട് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ. നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഒടിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ ആദ്യം ഇച്ചിരി ഒന്ന് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുവാണെങ്കിൽ നല്ലപോലെ അരഞ്ഞു കിട്ടും. തേങ്ങയൊക്കെ നമ്മളൊന്ന് കറക്കി ഒന്ന് പൊടിച്ച പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം.
ഇതുണ്ട് തേങ്ങ ചുട്ടത് ചമ്മന്തി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എടുക്കണം, വെള്ളം നീണ്ടു പോകാതെ. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അരപ്പൊക്കെ അരഞ്ഞു പോകുന്ന പോലെ ഒത്തിരി അരക്കല്ല. ഈ ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചു തന്നത്. ചോറിനൊക്കെ കൂട്ടുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. സൈഡിലൊന്ന് നമുക്ക് കറിയുടെ കൂടെയൊക്കെ വെക്കുമ്പോൾ. ചമ്മന്തി രണ്ടും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.